സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഒരുപാട് അധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. ജോലിയുടെ ഭാഗമായിട്ട് കൊല്ലത്ത് പോയിട്ട് അവിടുന്ന് പറന്നെത്തിയതാണ് നിങ്ങളോട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട്. കാരണം അതിന്റെ ചൂട് പോകുന്നതിന് മുൻപ് നിങ്ങളെ അറിയിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ദീപക് എന്ന് പറയുന്ന ഒരു വീടിന്റെ എല്ലാമായിരുന്ന ആ വീടിന്റെ തുണയായിരുന്ന അച്ഛന്റെയും അമ്മയുടെയും പൊന്നോമന പുത്രനെ ഏകപുത്രനെ കൊന്നു കൊലവിളിച്ച ആ മോളെ പോലീസ് തൂക്കിയിരിക്കുകയാണ്. പക്ഷെ അത് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് എനിക്ക് പറയാനൊരു താല്പര്യമില്ല. പോലീസ് പൊക്കി എന്നേ എനിക്ക് പറയാനുള്ളൂ. കുറെ പേര് പറഞ്ഞു ഇവള് ഇങ്ങ് ദുബൈയിൽ എവിടെയോ പോയി കിടക്കുകയാണ്. കുറെ പേര് പറഞ്ഞു ഇവള് രാജ്യം വിടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ പൊക്കിയത് വടകരയിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബന്ധുവീട്ടിൽ നിന്നാണ്. അവിടെ ഒരു സുഖവാസത്തിന് പോയിരിക്കുകയായിരുന്നു ഈ മോള്. അവളെ പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ചിട്ട് VVIP പരിഗണനയോട് കൂടി അവരുടെ തന്നെ വാഹനത്തിൽ, പോലീസിന്റെ വാഹനമല്ല അവളുടെ തന്നെ വാഹനത്തിൽ ഒരു നല്ല ലക്ഷറി ലൈഫോട് കൂടി അല്ലെ ലക്ഷറി ആയിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. പോലീസ് അവളെ ഇരുന്ന മാളത്തിൽ പോയി പൊക്കി എന്ന് എനിക്ക് പറയാൻ താല്പര്യമുള്ളൂ. എന്തുകൊണ്ടാണ് ഇവളെ ഈ രീതിയിൽ പോലീസ് പിടിക്കാൻ പോയത്? UDFന്റെ സാരഥി ആയതുകൊണ്ടാണോ? ഇനി അതല്ല മുസ്ലിം വിഭാഗത്തിൽ പെട്ടതുകൊണ്ടാണോ? ഇനി ഇവരുടെ എല്ലാം മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ഉന്നത കുലയോ അന്തൂലാണോ ഇവള്? ഒരിക്കലുമല്ലല്ലോ. ഒരു കൊലയാളിയല്ലേ? ഒരു കൊലയാളിക്ക് കൊടുക്കേണ്ട ഒരു പരിഗണനയാണോ നിങ്ങൾ കൊടുത്തത്? ഒരിക്കലുമല്ല. സ്ത്രീയല്ലേ അല്ലേ? അവിടെ സ്ത്രീ സംവരണവും സ്ത്രീകൾക്ക് വേണ്ടുന്ന ഒരു നിയമ പോരാട്ടത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഒരു എന്താ പറയാ മലാലയൊക്കെ പോലെ അല്ലെ അതുപോലെ ഏതെങ്കിലുമൊക്കെ വലിയ വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയെ പോലെയുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം പോലീസുകാര് വലിയ സ്നേഹത്തോടുകൂടി വാ മോളെ നമുക്ക് വണ്ടിയിൽ പോകാം, ഞങ്ങളുടെ വണ്ടിയിൽ വരണ്ട, നിങ്ങളുടെ വാഹനം അവിടെ ഇല്ല, അതിലേക്ക് കയറിക്കോ, വേണമെങ്കിൽ മുഖം മറയ്ക്കാനായിട്ട് ഒരു മാസ്കും നിങ്ങളുടെ പർദ്ദയും നിങ്ങളുടെ എപ്പോഴുമുള്ള വേഷം ആ പർദ്ദയും വേണമെങ്കിൽ ഇട്ടോ. ഈ റീൽ എടുക്കുന്ന സമയത്ത് ഇവയ്ക്ക് ഈ പർദ്ദയും സാധനങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഈ പോലീസ് പിടിക്കുമെന്നായപ്പോൾ മാസ്ക് ആയി പർദ്ദയായി. എന്താ ഇപ്പൊ നിനക്ക് ഫേമസ് ആവണ്ടേ? അപ്പൊ നിനക്ക് ഫേമസ് ആവണമായിരുന്നു, അയാളെ കൊടുക്കണമായിരുന്നു, അയാളുടെ ജീവിതം. പക്ഷെ നിനക്ക് പറ്റിയത് എന്താണെന്ന് അറിയാമോ? അയാള് ആത്മഹത്യ ചെയ്യുമെന്ന് നീ വിചാരിച്ചില്ല. എല്ലാവരുടെയും ട്രെൻഡിനൊപ്പം എന്നാ പിന്നെ ട്രെൻഡിനൊപ്പം ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹാഷ്ടാഗും ഇട്ടുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറെ പേര് അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് വരുമെന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ ഇട്ടു. ഇവളെ പോലെയുള്ള മന്ദബുദ്ധികൾ ഇവൾക്ക് സപ്പോർട്ടുമായിട്ട് രംഗത്തേക്ക് വന്നു. അതായത് സ്വന്തം തന്തയാരാ ആരാന്ന് പോലും അറിയാത്ത കുറച്ച് ആളുകൾ ഇവളെ സപ്പോർട്ട് ചെയ്തു. ശ്രീലക്ഷ്മി അറക്കലിനെയൊക്കെ പോലെയുള്ള കുറച്ച് ആളുകൾ. അതുകൊണ്ട് ഇവള് വിചാരിച്ചു വലിയ രീതിയിൽ എനിക്ക് അങ്ങ് സപ്പോർട്ട് കിട്ടും. പിന്നീട് അയാളുടെ ഭാഗത്താണ് തെറ്റെന്ന് അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് തെറ്റില്ലാന്ന് തോന്നുമ്പോൾ ആളുകൾ വരുവാണെങ്കിൽ അപ്പോളജി പറഞ്ഞിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത്. എന്നാൽ ഈ കേരളത്തിലെ ആണുങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് ഒരു രക്തസാക്ഷി തന്നെയാണ് ദീപക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അതായത് ഈ കൊള്ളരുതായ്മ ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല, അതിന്റെ ഒരു ഇരയാണ് ഞാൻ, അതിന്റെ ഒരു നേർക്കാഴ്ചയും അതിന്റെ ഒരു ഇരയുമാണ് ഞാൻ, ഇനി ഇത് ആർക്കും ആവർത്തിക്കാൻ പാടില്ല എന്നൊരു ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു സ്വബോധത്തോടു കൂടി തന്നെയാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. അയാളുടെ ജീവിതം തന്നെ ഇനി ഇങ്ങനത്തെ തന്തയ്ക്ക് പിറക്കാഴിക ആരും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബലിയാടാക്കി. ജോസഫ് എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് മെഡിക്കൽ രംഗത്ത് നടക്കുന്ന കൊള്ളരുതായ്മകൾ, ആ കൊള്ളരുതായ്മകൾ വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ജോർജ് ജോർജ് ആ ഒരു കഥാപാത്രം ചെയ്തത്? അയാളുടെ തന്നെ ജീവിതം അയാള് ബലിയാടാക്കി. എന്ന രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ ദീപകിനെയും കാണാം. ഇനി ഒരാളും ഇത് ആവർത്തിക്കത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? ദീപകിന്റെ ജീവൻ പോയി. ഇനി പേടിയായിരിക്കും. ഇവളെ പോലെയുള്ള തീവ്ര ഫെമിനാച്ചി ചിന്തയുള്ള അല്ലെ തീവ്രമായിട്ട് ആണുങ്ങളോട് വിരോധമുള്ള നായിന്റെ മക്കളൊക്കെ ഇപ്പൊ പേടിച്ചിട്ടുണ്ടാവും. ഇവൾക്ക് മുൻപ് വേറൊരുത്തി വന്നിട്ടുണ്ട്, അത് അപ്സെ അങ്ങനെ എന്തോ ആണ് തോന്നുന്നത് നാരിയുടെ പേര്. അവളും ഇതുപോലെ ട്രെൻഡ് ആവാൻ വേണ്ടിയിട്ട് വന്നാണ്. എന്നിട്ട് ഇപ്പൊ അവൾക്ക് എന്തായി? അവൾ ഈ ഇടയിൽ കൂടി രക്ഷപ്പെട്ടു പോയി. ഇവള് പെടുകയും ചെയ്തു. ഇവള് പെടേണ്ടവള് തന്നെയാണ്. അപ്പൊ പോലീസ് എന്തുകൊണ്ടാണ് ഇവക്ക് പൂർണ്ണ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ട് ഇവളെ സ്നേഹത്തോടു കൂടി വരവേറ്റുകൊണ്ട് അല്ലെ എതിരേറ്റുകൊണ്ട് പോയത്? പോലീസ് അകമ്പടിയോടുകൂടി, അതായത് പോലീസിന്റെ എസ്കോർട്ടോടു കൂടി ലക്ഷറി ലൈഫ് പോലെ അല്ലെ ലക്ഷറി യാത്ര പോലെ ഇവളെ കൊണ്ടുപോയത് അവളുടെ ഒരു പെണ്ണായതുകൊണ്ടാണ് കേട്ടോ. വേറൊന്നുമല്ല. അവിടെ ലിംഗ സമത്വം എന്ന് പറയുന്ന സാധനം, അവിടെ പെണ്ണുങ്ങൾക്ക് പരിഗണന കൂടുതൽ കൊടുക്കുമെന്ന് പറയുന്നൊരു സാധനം, അത് നമുക്ക് അവിടെ നിഴലിച്ച് കാണാൻ സാധിക്കും. അപ്പൊ എന്തായാലും അവളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് അല്ലെ അവളെ പിടിച്ചു എന്നുള്ളത് വലിയൊരു നമുക്ക് എല്ലാവർക്കും സ്വാഗതാർഹമായ, കേരളം മാത്രം കാത്തിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, കേരളം പോലെ തന്നെ മറ്റുള്ള സംസ്ഥാനവും അല്ലെ മറ്റുള്ള ജില്ലയിലുള്ള ആളുകളും എല്ലാ ആളുകളും ഒരേപോലെ കേൾക്കാനായിട്ട് കൊതിച്ചിരുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ പലതന്തയ്ക്ക് പിറന്നവളെ പിടിക്കുക എന്നുള്ളത്. അതെന്തായാലും പോലീസ് ചെയ്തിട്ടുണ്ട്, നല്ല കാര്യം തന്നെ. അപ്പൊ നമുക്ക് എന്തായാലും ആ വാർത്ത ഒന്ന് കണ്ടു നോക്കാം. പോലീസ് ഇവളെ പോയി കൊണ്ടുപോകുന്ന ആ ഒരു വാർത്ത. അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്, എനിക്ക് അതിനോട് അങ്ങനെ പറയാൻ താല്പര്യമില്ല. അവളെ പോയി പിടിച്ചുകൊണ്ട് പോകുന്ന വാർത്ത നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഡോറൊക്കെ തുറന്നു കൊടുത്തുകൊണ്ടൊക്കെ പോവാണ്.
കണ്ടില്ലേ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ കിട്ടി എന്നുള്ളൊരു ലാഘവത്തിലാണെന്ന് തോന്നുന്നു. അവളെ ആ ഒരു വണ്ടിയിൽ കയറ്റി ഡോറും തുറന്നു കൊടുത്തുകൊണ്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എന്തൊരു സ്നേഹത്തോടു കൂടിയാണല്ലേ ഏമാന്മാര് കൊണ്ടുപോകുന്നത്. ആണുങ്ങളുടെ വിഷയം വരുമ്പോൾ അവരുടെ വീട്ടിൽ പോയി അവരെ പൊക്കാൻ കാണിക്കുന്ന മനസ്സ് എന്താ ഈ കാര്യത്തിൽ കാണിക്കുന്നില്ല? ശുഷ്കാന്തി കുറഞ്ഞു പോയോ? ആണത്തം എന്ന് പറയുന്നൊരു സാധനം, അല്ലെ ചെയ്യുന്ന ജോലിയോട് കുറച്ചെങ്കിലും കൂറെന്ന് പറയുന്നൊരു സാധനം വേണം. ആർക്കോ വേണ്ടിയിട്ട് അടിമപ്പണി എടുക്കാനായിരിക്കരുത് സാറുമാരെ കാക്കിയിടുന്നത്. ഇവിടെ പിടിക്കുക എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ഒന്നടങ്കം എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു. എന്നാൽ ഈ രീതിയിൽ പിടിക്കണമെന്നായിരുന്നില്ല പറഞ്ഞത്. ഡിപ്പാർട്ട്മെന്റ് വണ്ടി എന്തേ കേടായിരുന്നോ? ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിൽ കയറ്റി അവളെ സെല്ലിൽ കൊണ്ടുപോയി പക്ക തേർഡ് റേറ്റ് പരിപാടി ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ഇടണമായിരുന്നു. അവിടെ സ്ത്രീയെന്നോ പുരുഷനോ ഒന്നും വേണ്ട. തോന്നിവാസം ആര് കാണിച്ചാലും എല്ലാവരും ഒരുപോലെ തന്നെയാണ് നിയമത്തിന്റെ മുൻപിൽ. എന്തേ അവൾക്ക് മാത്രം വേറൊരു നിയമം, ആണുങ്ങൾക്ക് വേറൊരു നിയമം? ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒരേ രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളായും ആണുങ്ങൾക്ക് ആണുങ്ങളായിട്ടും ജീവിക്കണം. അല്ലാതെ ഇവർ പറയുന്നത് സ്ത്രീക്കും പുരുഷനും തോളോട് തോൾ ചേർന്ന് നിന്ന് പണിയെടുക്കാൻ സാധിക്കണം, സ്ത്രീക്കും പുരുഷനും തുല്യത വേണം. എന്നാൽ ഇവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്, രണ്ടും ഒരു ശരീരമാണ്. ഒരിക്കലും വേർതിരിച്ച് കാണാൻ പാടില്ല. പരാതിയും പ്രശ്നങ്ങളും വരുമ്പോൾ വേർതിരിച്ച് കാണും. ഇവക്ക് ആ സമയത്ത് ഇവളുടെ ഈ വസ്ത്രമൊന്നും വേണ്ടായിരുന്നു. റീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് അവളുടെ തന്നെ വസ്ത്രം ഇട്ട് അവൾക്ക് അഴിഞ്ഞാടി നടക്കായിരുന്നു. ഇപ്പൊ അവൾക്ക് അവളുടെ വസ്ത്രം വേണം, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യത്തിൽ പ്രതികരണവുമായിട്ട് വേറൊരു യുവാവ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അയാൾ പറയുന്നത് ഇതാണോ അറസ്റ്റ്, ഇങ്ങനെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങളാണ് ആ ഒരു യുവാവ് ചോദിക്കുന്നത്. ആ ഒരു വീഡിയോ എന്തായാലും കണ്ടുപോക്ക്. ഒരു കൗൺസിൽ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഇതിനകത്ത് തുടക്കം മുതലേ പോലീസ് ഇവരെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ പത്രമാധ്യമങ്ങളടക്കം നിങ്ങൾ ആലോചിക്കുക, CI ഫോൺ എടുക്കുന്നില്ല, SI ഫോൺ എടുക്കുന്നില്ല, ആരും ഫോൺ എടുക്കുന്നില്ല. ഒരു പ്രൈവറ്റ് വാഹനത്തിലാണ് ഇവരെ കൊണ്ടുവരുന്നത്, അതീവ രഹസ്യമായിട്ട്. എന്തിനകത്ത് രഹസ്യമായ ഒരു സ്വഭാവം സൂക്ഷിക്കുന്നത്? അപ്പൊ ഇത് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പോലീസിന്റെ സഹായമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതിശക്തമായ നിലപാട് ഞങ്ങൾ മുന്നോട്ട് പോകും. അവരെ ജാമ്യം കിട്ടുമെന്നുള്ള ചില ന്യൂസുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ സാധാരണ സ്റ്റേഷനിൽ ഹാജരാക്കി മെഡിക്കലിന് ഹാജരാക്കിയ ശേഷമാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നേരെ കൊയിലാണ്ടിൽ നിന്ന് മെഡിക്കൽ എടുത്തു, അത് വളരെ രഹസ്യമായി. അതിനുശേഷം നേരെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് പ്രതിക്ക് രക്ഷപ്പെടുത്താനുള്ള പോലീസിന്റെ ഗൂഢാലോചനയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പത്രമാധ്യമങ്ങൾ അറിയുന്നില്ല, പോലീസിന്റെ ഒരു വാഹനവുമില്ല, വളരെ സ്വകാര്യ വാഹനത്തിലാണ് ഇവരെ കൊണ്ടുവരുന്നത്. അത് വളരെ സംശയകരമായ ദുരൂഹതയുണ്ട് ഇതിനകത്ത്. സത്യം, അവളെ കൊണ്ടുപോയിരിക്കുന്നത് പ്രൈവറ്റ് വാഹനത്തിലാണ്. പോലീസ് ഇല്ല, പോലീസിന്റെ ഒരു യൂണിഫോം ഇട്ട ഒരാളുകൾ പോലും ഇല്ല. അവളെ നേരെ അവളുടെ ബന്ധുക്കൾ തന്നെ കൊണ്ടുപോയി നിർഗുണ പരിഹാര പാഠശാലയിലേക്ക് ആക്കാൻ പോകുന്ന പോലെ പോവാണെന്ന് തോന്നുന്നു. ഇതും ഏകദേശം ഗ്രീഷ്മ എന്ന് പറയുന്ന അവളെ പോലെ തന്നെ ഏകദേശം ഒക്കെ പോകും. കുറച്ച് ദിവസം ട്രെൻഡിങ് ആയിട്ട് പോകും. ഇതിന്റെ വിഷമവും ഇതിന്റെ ബുദ്ധിമുട്ടുകളും അനുഭവിക്കാൻ പോകുന്നത് ആ പയ്യന്റെ വീട്ടുകാർ മാത്രമായിരിക്കും. ഇപ്പോഴും രണ്ട് ചേരി തിരിഞ്ഞ് സംസാരിക്കുന്ന ആളുകളുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. അതായത് സ്വന്തം അമ്മയെ കൊന്നാൽ പോലും രണ്ട് അഭിപ്രായങ്ങളുള്ള ഒരു നാടാണ് ഇത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ വരുള്ളൂ. അതായത് ദീപക്കായിരുന്നു തെറ്റുകാരനെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളും ഇവള് തന്തയ്ക്ക് പ്രക്കാരിയാണ് കാണിച്ചതെന്ന് പറയുന്ന മറ്റൊരു കൂട്ടം ആളുകളും എപ്പോഴും പറയുന്നത് ദീപക്കിനെയാണ്. ഭൂരിപക്ഷം ആളുകളും ദീപക്കിനെയാണ് കുറ്റം പറയുന്നത്. അതിനെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ശ്രീലക്ഷ്മിയെ പോലെയുള്ള എവിടെയോ കിടക്കുന്ന തെരുവ് പട്ടികളും വരുന്നുണ്ട്. അപ്പൊ ഇതില് ആ ദീപകിന്റെ അമ്മയുടെ പ്രതികരണം രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ആ അമ്മയും ആ അമ്മയുടെ സഹോദരങ്ങളൊക്കെ പറയുന്നത് ആ കുട്ടി കൂളായിട്ടാണ് നടന്നു പോകുന്നത്. എന്റെ മകന്റെ ജീവിതം വെച്ച് കളിച്ചതിന് അവൾക്ക് ജീവപര്യന്തം ശിക്ഷ വേണം. അവളെ കോടതിയിൽ നിന്ന് അല്ലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിടാൻ പാടില്ല. അവളെ ജീവിതകാലം മുഴുവനും ആ ജയിലിൽ തന്നെ ഇടണമെന്നാണ് പറയുന്നത്. ആ അമ്മയുടെയും ആ അച്ഛന്റെയും ഒക്കെ ഒരു വികാരമാണത്. അത് ആ അമ്മയുടെയും അച്ഛന്റെയും മാത്രം വികാരമല്ല, കേരളത്തിലുള്ള ഞാനടങ്ങുന്ന ഒരു കൂട്ടം ആളുകളുടെ വികാരമാണ്. ഇവളെ പുറം ലോകം കാണിക്കാൻ അനുവദിക്കരുത്. ഇവളെ പോലെയുള്ള തോന്നിവാസം കാണിച്ച് നടക്കുന്ന അവളന്മാർക്കെല്ലാം താക്കീതാവണം ഇത്. എന്തായാലും ആ അമ്മ പറയുന്നത് എന്താണെന്നൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. മണിക്കൂറുകൾക്ക് ശേഷം അറസ്റ്റിലായിരിക്കുകയാണ് അമ്മ. എനിക്ക് തലയിട്ട് എനിക്കൊന്നും പറയാൻ വയ്യ. ഷിംജിത ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ്. എന്താണ് പറയാൻ? ഞങ്ങൾ അറിഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം പറയാനുള്ളത് എല്ലാ ചാനലിലും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അവളെ എങ്ങനെയെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു എന്നുള്ള വിവരം ഞങ്ങൾ സന്തോഷപൂർവ്വം ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ അവളെ ഇനി ഒരിക്കലും പുറത്തേക്ക് വിടരുത്. അവൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കൊടുക്കണം, അല്ലാതെ അവളെ ഇനി പുറത്ത് വിടരുത്. ഇതുപോലെ ഇനിയും കുട്ടികളുണ്ട്, അവർക്ക് ഇനിയും ഇങ്ങനത്തെ ഒരവസ്ഥ കുട്ടികൾക്ക് ഇനി വരാൻ പാടില്ല. ആൺകുട്ടികൾക്ക് ഒരു സംശയം ഇപ്പോഴും സ്വകാര്യ വാഹനത്തിലാണ് ആ കുട്ടിയെ ഞങ്ങളൊരു കാറിലാണ് മെഡിക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതായിട്ട് കണ്ടത്. എന്ത് കൂളായിട്ടാണ് കൊണ്ടുവന്നത്. ഒരു വേറൊരു ആണാണെന്നുണ്ടെങ്കിൽ ഇതൊന്നല്ല അവിടെ സംഭവിക്കാൻ പോകുന്നത്. പ്രമുഖ നടന്മാരും കാര്യങ്ങളൊക്കെ ഇതേമാതിരി കുടുങ്ങിയപ്പോൾ അവരൊക്കെ പോലീസ് ജീപ്പിലാണ് കൊണ്ടുപോയത്. എന്തിനാണ് ഇവർക്ക് ഇങ്ങനെ ഒരു കവറിങ് കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. അത് വളരെ ദുഃഖകരമായി തോന്നുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓരോ ന്യൂസ് വരുമ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി തോന്നിയിരിക്കുകയാണ്. അവർക്ക് ഇപ്പോൾ ആ തെളിവ് നശിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.
അത് പോലീസ് റിക്കവർ ചെയ്താൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് അത് നല്ലൊരു എന്തായി ഗുണമായി മാറും കേസിനും കാര്യങ്ങൾക്കൊക്കെ. തീർച്ചയായിട്ടും അത് അവർ പറയുന്നത് തന്നെയാണ് സത്യം. അതായത് പോലീസുകാർ പൂർണ്ണ ഒത്താശ കൊടുത്തുകൊണ്ട് ഈ നായിന്റെ മോളെ സംരക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് സൈഡിൽ വീഡിയോ നോക്കി അറിയാൻ പറ്റും എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ ഉള്ളത്. ഇതിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ മാധ്യമങ്ങളിൽ റിപ്പോർട്ടർ ചാനലിന് ഭയങ്കരമായിട്ടുള്ള ത്വരയായിരുന്നു ആ ദീപക്കിനെ കുറ്റവാളിയാക്കിക്കൊണ്ട് ഈ നായിന്റെ മോളെ വെളുപ്പിക്കണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു ആങ്കറിങ്, ഒരു അവതാരിക വന്നിട്ട് ഒരു അപരാധം പറയുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടു, നമ്മൾ ചർച്ച ചെയ്തു. അവൾ ഇന്നും വന്നിട്ട് പറയുന്നത് പരാതിക്കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ്. അവളുടെ വായിൽ നിന്ന് ഇവളാണ് ഈ തോന്നിവാസം കാണിച്ചതെന്ന് വീഴുന്നില്ല. അവൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ഈ തന്തയില്ലാത്തവളാണ് ഈ പരിപാടി കാണിച്ചതെന്ന്. എന്നിട്ടും അവൾ പറയുകയാണ് പരാതിക്കാരിയെ അറസ്റ്റ് ചെയ്തു. എവിടെയാണ് സ്ത്രീയെ പരാതിക്കാരി എന്ന് നിങ്ങൾ ഇങ്ങനെ ഇവളെ വിശേഷിപ്പിക്കുന്നത്? പൂർണ്ണമായിട്ടുള്ള തെളിവുകളുണ്ട്. ആ വീഡിയോ സഹിതം അവൾ തന്നെ ഇട്ട വീഡിയോയിലുണ്ടല്ലോ, അവളെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കയറ്റിക്കുന്ന വീഡിയോ ആണ്. അതിലെവിടെയാണ് ദീപക് എന്ന് പറയുന്ന ഒരു യുവാവ് ഇവളുടെ ദേഹത്ത് ഈ പറയുന്ന ലൈംഗിക ദാരിദ്ര്യം തീർക്കാൻ ശ്രമിക്കുന്നത്? വെറുതെ ഓരോ പച്ചക്കള്ളം പടച്ചു വിടുകയാണ്. മറ്റുള്ള എല്ലാ മാധ്യമങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓരോ മാധ്യമങ്ങളും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എല്ലാ മാധ്യമങ്ങളിലും ഇട്ടിരിക്കുന്ന പ്രതി ഷിംജിത അറസ്റ്റിൽ, പ്രതി ഷിംജിത റിമാൻഡിൽ, പ്രതിയായിട്ടുള്ള ഷിംജിതയെ പോലീസ് പൊക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുമ്പോഴും റിപ്പോർട്ടർ ചാനലിന്റെ ത്വര, അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പരാതിക്കാരിയാണ്, പരാതിക്കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്ത് എന്ത് മറ്റേടത്തെ ഒരു മാധ്യമധർമ്മമാണല്ലേ. എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ആണുങ്ങളാണ് തെറ്റുകാരനെന്ന് പറയാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സ്, ഇതിനെ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അധികം വകവെക്കത്തില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാം, റിപ്പോർട്ടർ ചാനലല്ല ഇവിടുത്തെ കോടതി. ഇവിടുത്തെ കോടതിയും നിയമ സംവിധാന വ്യവസ്ഥകളും ഒക്കെ ഉണ്ട്. ആ ഒരു നിയമ സംവിധാന വ്യവസ്ഥ അനുശാസിക്കുന്ന എല്ലാ തരത്തിലുള്ള ശിക്ഷകൾക്കും ഇവള് വിധേയമാവണം. ഒരിക്കലും ഇവളെ വെറുതെ വിടാൻ പാടില്ല. ഇവളെ അറസ്റ്റ് ചെയ്ത് ഇവക്ക് തൂക്കേറ് കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. ഇനി അതല്ല 15 ദിവസത്തിനകത്ത് ഇവക്ക് ജാമ്യം എടുത്ത് കൊടുക്കാൻ വേണ്ടി ഒരു വക്കീൽ വന്നിട്ടുണ്ട്. ഇവന്മാർക്കൊക്കെ പണം മതി. അപ്പൊ അങ്ങനെ അവൾക്ക് ജാമ്യം കിട്ടി പുറത്തു പോയാലും നല്ല കയ്യൂക്കുള്ള പിള്ളേര് അറിഞ്ഞ് വെളുപ്പിച്ചു വിട്ടേക്കണം. ജീവിക്കാൻ അനുവദിക്കരുത്. ഇവളിനി ജീവിക്കണ്ട. ഇവളെ പോലെ ഒരു നാശം പിടിച്ചൊരു സാധനം, അല്ലെ ഇവളെ പോലെ ഒരു ചെറ്റ ഇനി ഈ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഈ കേരളത്തിൽ ജീവിക്കാൻ ഇവക്ക് ഒരു അനുവാദവുമില്ല. ഒരു കൂസലുമില്ലാതെ നല്ല ഒരു ലാഘവത്തോടു കൂടിയാണ് അവൾ പോകുന്നത്. എന്തുകൊണ്ടാണ്? അവളുടെ അടുത്ത് ഓൾറെഡി പോലീസുകാരും മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവണം. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചാനൽ, നിങ്ങൾ 2-3 ദിവസം ഒളിവിലിരിക്കെ ഞാൻ പോയി നല്ലൊരു വക്കീലിനെ കണ്ടുപിടിച്ച്, നല്ലൊരു വക്കീൽ, മുന്തിയ വക്കീലിനെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ പതിയെ വരാം. ആ സമയത്ത് നിങ്ങൾ പിടികൊടുത്താൽ മതി. അല്ലെ എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ പോലീസ് പിടികൂടിയത്? അപ്പൊ അങ്ങനെ ഒളിച്ചിരിക്കുന്നവള് പെട്ടെന്ന് രംഗത്തേക്ക് വരുന്നു, രംഗപ്രവേശനം നടത്തുന്നു. ഇത് പെട്ടെന്ന് പോലീസ് പോയി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തൊന്നുമല്ല. കാരണം ഇവക്ക് കൃത്യമായിട്ട് ഇവക്ക് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവളിട്ടിരിക്കുന്ന പർദ്ദ അതിടാനായിട്ട് സമയം കൊടുത്തു, മാസ്ക് വെച്ച് ഒരുങ്ങാനുള്ള സമയം കൊടുത്ത്, എല്ലാം കൊടുത്തതിന് ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തേ വൈറൽ മോളെ, റീൽസോളി, നിനക്ക് ആ ബസ്സിലിട്ട വേഷം വേണ്ടായിരുന്നു ഇടാൻ? ഇവളെ ബസ്സിൽ തന്നെ കൊണ്ടുപോകണമായിരുന്നു. വൈറലാവാൻ വേണ്ടിയിട്ട് തോന്നിവാസം കാണിച്ചതല്ലേ? അപ്പൊ ആ ബസ്സിൽ തന്നെ ഈ നായിന്റെ മോളെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഇതൊരു കഷ്ടമാണല്ലേ. ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇവളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതിൽ ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഈ പോലീസിന്റെ ഇരട്ടത്താപ്പ്, ഇപ്പൊ നമുക്കെതിരെ ഒരു ആക്ഷൻ വരികയാണ്, നമ്മളെയൊക്കെ വന്ന് വീട്ടിൽ വന്ന് പോലീസ് വണ്ടിയിൽ തൂക്കിയെടുത്തോണ്ട് പോകും കേറാന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, പോലീസുകാർക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും, കാരണം പെണ്ണാണല്ലോ. എന്നാൽ ലേഡി പോലീസും ഉണ്ട്, വനിതാ പോലീസും ഉണ്ടല്ലോ പോലീസ് സേനയിൽ. അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവിടെ തൂക്കായിരുന്നു. ഇതൊന്നും ചെയ്യില്ല. കാരണം ഇത് അതിജീവതയാണ്, ഇരയാണ്. റിപ്പോർട്ടർ ചാനൽ പറയുന്നത് പോലെ ഇരയാണല്ലോ. എന്തൊരു കഷ്ടമാണല്ലേ. ഒരുത്തന്റെ ജീവിതം, ഒരു കുടുംബവും ശിഥിലമാക്കി ഇവളെ പോലെ ശൂർപ്പണക. എന്നിട്ടും ആ റിപ്പോർട്ടർ ചാനലിലുള്ള അവതാരികയും അവതാരികയുടെ കൂടെയുള്ള ആളുകളും അപരാധം പറയാൻ വേണ്ടിയിട്ട് വന്നിരുന്നിട്ട് എന്തൊരു കഷ്ടമാണ്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യ്, ആ കുഴിച്ചിട്ടിരിക്കുന്ന ആ യുവാവിന്റെ ശരീരം എടുത്ത് തിന്ന്. അതാണ് ഏറ്റവും നല്ലത്. നീയും ഈ പറയുന്ന ഷിംജിതയും അതേപോലെയുള്ള നിന്നെയൊക്കെ പോലെ ഈ ദീപക്കിനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളെല്ലാം ആ ദീപക്കിന്റെ ശരീരം തിന്ന്, ആ ചത്ത ശരീരം. അതാണ് ഏറ്റവും നല്ലത്. കഷ്ടം തന്നെ.